ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ഇന്നത്തെ കഥ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഗീതുവും ഗോവിന്ദും കൂടെ കാറിൽ യാത്ര ചെയ്യുവാണ്. അപ്പം അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗീതുവിൻ്റെ കയ്യിൽ ഗോവിന്ദ് പിടിക്കാൻ നോക്കുന്നു. ഗീതു ഗോവിന്ദിൻ്റെ കവിളിൽ ഉമ്മ കൊടുക്കാൻ നോക്കും കേട്ടോ. അപ്പോഴത്തേക്കും വേഗം ഗീതു മുഖം മാറ്റുമ്പോൾ ഗോവിന്ദ് ചോദിക്കും എന്താന്ന് ചോദിക്കും. അല്ല ഒന്നുമില്ല ഇപ്പം വേണ്ട എന്ന് ഗീതു പറയണം. അല്ല ആരെങ്കിലും കാണുമെന്നൊക്കെ ഗീതു പറയും. അപ്പം ഗോവിന്ദ് ഇല്ലെന്നേ താ പ്ലീസ് പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയും വേണ്ട നമുക്ക് പിന്നെ തരാമെന്നൊക്കെ പറയാം, അല്ലെങ്കിൽ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ കവളിങ്ങനെ തട്ടി മാറ്റും കേട്ടോ. ഗോവിന്ദ് പിന്നെ പ്ലീസ് എന്ന് പറയുമ്പോൾ ഗീതു പറയും വേണ്ട എന്ന് പറയണം. അങ്ങനെ അവർ ഓരോന്നൊക്കെ പറഞ്ഞു പോകും. ഗീതു ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറയണം, ഇങ്ങനെ ഒത്തിരി കാത്തിരുന്നതല്ലേ, അപ്പം ഇനി കുറച്ചുകൂടെ കാത്തിരിക്കും തോറും അതിന് മാധുര്യം കൂടുമെന്നാണ് ഗീതു പറയുന്നത്. അപ്പം ഇങ്ങനെ അപ്പം മുല്ലപ്പൂവിൻ്റെ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം തന്നെ ഗോവിന്ദ് ഇങ്ങനെ പോയ വഴിക്ക് ഒരു മുല്ലപ്പൂവിൻ്റെ കടയൊക്കെ നിർത്തിച്ച് പറയാം, ഇത് മൊത്തം ഈ കട മൊത്തം വിലയ്ക്ക് മേടിച്ചാലോ എന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പം ആൾ പറയും അതെ എനിക്ക് വേറെ കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ളതെന്നൊക്കെ പറയും. അപ്പം മൊത്തം ഇല്ല. അപ്പോഴത്തേക്കും ഇത് പറയും അതെ ഒത്തിരി ഇവിടെ നിന്ന് വർത്താനം വേണം, എനിക്ക് കുറച്ച് മേടിച്ചാൽ മതി എന്ന് പറയും കേട്ടോ. അങ്ങനെ പറയും എന്തോരം വേണ്ടതെന്ന് ചോദിച്ചാൽ പറയും എനിക്കൊരു 4 മുഴം പൂ മതി എന്ന് പറയും. അപ്പം ഗീതു ഇങ്ങനെ ആ പൂവൊക്കെ മേടിച്ച് ഗോവിന്ദ് കൊടുത്ത പൂ മേടിച്ച് ഇങ്ങനെ ഗീതു തലയിൽ കുത്തുന്ന ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഗീതു സ്ലൈഡൊക്കെ ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ തലയിൽ ഹെയർ പിൻ ചെയ്യുന്നത് കാണിക്കുക കേട്ടോ. അപ്പം ഗോവിന്ദ് ഇതൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ആസ്വദിച്ച് നിൽക്കുന്നുണ്ട്. ഗീതു തലയിൽ പൂ ചൂടുന്നതൊക്കെ ഗീതു അല്ല ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, ഒരു ഡെക്കറേറ്റ് ചെയ്യണതിലൊക്കെ പൂ എന്തോരം വേണം, നൈറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ നോക്കും. നൈറ്റൊക്കെ അങ്ങനെ പൂക്കളൊന്നും അധികം വേണ്ടായിരിക്കും, ലൈറ്റൊക്കെ അല്ലേ രാത്രിയിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കും. ആണോ, അപ്പോൾ ലൈറ്റ് ഒത്തിരി വേണം, പൂ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് ഒത്തിരി കൊടുക്കേണ്ട വരുമെന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ പറയാം അതെ ഒരു ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ടുള്ള ഇത് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനാണ്, അതിനെന്താ നിങ്ങൾക്ക് പല അളവിലുള്ള പൂ മേടിക്കില്ല, ഫസ്റ്റ് നൈറ്റിലൊക്കെ അതൊക്കെ ഒരു 2 തവണയൊക്കെ നടക്കും, ഇങ്ങനെ ആദ്യമൊക്കെ നടക്കുന്നതല്ലേ, അപ്പോൾ അതിന് നിങ്ങൾ നല്ല രീതിയിൽ പൂ മേടിച്ചിട്ടും അതിനൊക്കെ ഇപ്പോൾ ഇവൻറ്റ് മാനേജ്മെൻ്റ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദിൻ്റെ അടുത്ത് കടയിൽ നിന്ന് ആൾ പറയുന്നുണ്ട്. അപ്പം ഗീതുവിന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര നാണം കേട്ടോ. അപ്പോൾ ഗീതു അപ്പോഴത്തേക്കും പറയും ഇതിവിടെ നിന്ന് ഇങ്ങനെ ഒന്നും പറയില്ലേ, ആവശ്യമുള്ള പൂ മേടിക്കും നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ ഗോവിന്ദിൻ്റെ അടുത്ത് പറയാം. അപ്പോഴത്തേക്കും ആൾ പറയുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഇവൻറ്റ് മാനേജ്മെൻ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. അന്നേരം പറയുന്ന ഒരു 500 രൂപയുള്ള പൂവും എടുത്തു എല്ലാം കൂടെ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ പറയാം കേട്ടോ. അന്നേരപ്പോഴത്തേക്കും മതിയെന്ന് ഗീതു ഇങ്ങനെ പറയുന്നുണ്ട്, കുറച്ച് പൂ മതിയെന്ന്. അപ്പം ഗോവിന്ദൂരല്ല വേണ്ട വാങ്ങി വാ, ഞാൻ ഒരു രഹസ്യം പറയാമെന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, ഇങ്ങനെ ചെവിയിൽ പറയാമെന്ന് പറയും. അപ്പം ഗീതു പറയും ഈ നട റോഡിൽ വെച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ഗീതു ചോദിക്കുന്നുണ്ട്. അല്ലെന്ന് ഞാൻ നിൻ്റെ അടുത്ത് രഹസ്യം പറയാൻ വന്നതല്ലേ എന്ന് ഗോവിന്ദ് ഇങ്ങനെ ചോദിക്കും കേട്ടോ. എന്നാൽ പറ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുമെന്ന് പറയാൻ പറഞ്ഞു. അത് നമുക്കേ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ തന്നെ അങ്ങ് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെന്നാൽ മതി രാധികാമ്മ ആരും അറിയാം, നമുക്കതൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ അങ്ങ് സെറ്റ് ചെയ്യാന്നൊക്കെ പറയാണ്. അതിൻ്റെ പോകാനോ ഗീതു പോകുന്നതിന് മുന്നേ പൂക്കാരൻ്റെ കടയിൽ പൈസ കൊടുത്തിട്ട് പോകാൻ പറയും. ആ കാര്യം ഞാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗോവിന്ദിന്ന് കടയിലെ പൂ മേടിച്ചതിൻ്റെ പൈസ കൊടുക്കുകയാണ്. എന്നിട്ട് അവർ രണ്ടിനും വണ്ടിയിൽ കയറാം. അപ്പം ഗീതു ഇപ്പം അങ്ങോട്ടും അപ്പുറത്തൂടെ എന്നുണ്ട് 2 സൈഡിലും അവർ വണ്ടിയിൽ പോയി കയറുവാട്ട്. എന്നിട്ട് ഗീതുവിൻ്റെ കയ്യിൽ ഇങ്ങനെ ഗോവിന്ദ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഗോവിന്ദ് അജാസിനെ ഫോൺ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഗീതുവിൻ്റെ കാർ എടുക്കണമെന്നും പറയുന്നു. കാർ എടുത്തോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ വിളിച്ച് റൂമൊക്കെ എങ്ങനെ അലങ്കരിക്കാനൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അന്നേരപ്പോഴത്തേക്കും അതൊക്കെ കഴിയുമ്പോൾ ഗീതു പറയാം ഇപ്പം കണ്ടോ രാധികാമ്മ അങ്ങോട്ട് ചെന്നാൽ മതി റൂം അലങ്കരിക്കുക. അപ്പോൾ പറയാം അതൊന്നും ആരും അറിയാം, സീക്രട്ടായിട്ട് അതൊക്കെ നമുക്ക് ചെയ്യാം എന്ന് പറയാം. പിന്നെ എൻ്റെ ഇപ്പോൾ രാധികാമ്മ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പാലുമായിട്ട് തന്നു വിടുവല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗീതുവിൻ്റെ അടുത്ത്. അതൊന്നും അതൊക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഗോവിന്ദ് പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ട് ഇപ്പം അറിഞ്ഞാൽ മതി രാധികാമ്മ ഇപ്പം ശരിയാക്കും, എന്തൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും ഇനിയിപ്പോൾ നമ്മൾ രാധികാമ്മ അറിയണ്ട. അപ്പം പറഞ്ഞു വരുന്നത് ഇത് നമ്മൾ രഹസ്യമായിട്ട് വെക്കണം എന്നല്ലേ. അപ്പം നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ തന്നെ മാത്രം അറിഞ്ഞാൽ മതി, ഇനിയിപ്പോൾ രാധികാമ്മ എടുത്ത് പറയണ്ട, അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് ഗോവിന്ദ് പറയുന്നുണ്ട്. അപ്പം എന്താണേലും ഗീതു ഗോവിന്ദും കൂടെ ഒന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധികാമ്മയ്ക്ക് ഇഷ്ടാവില്ല. അതുകൊണ്ട് രാധികാമ്മേനെ പുകച്ച് പുറത്ത് ചാടിക്കാൻ കിട്ടിയ അവസരമാക്കുകയും ചെയ്യും ഗീതുവിന്. അപ്പം ഗീതു പറയുന്നുണ്ട് എന്താണേലും ഗോവിന്ദേട്ടൻ പറയുന്ന പോലെ തന്നെ ഞാൻ എന്താണെങ്കിലും പറയാനൊന്നും പോണില്ല എന്ന് പറയുന്നു. അതേസമയം ഗീതുവിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു ഫോൺ എടുക്കുന്നില്ലേ എന്ന് നോക്കുമ്പോൾ അത് വിജയലക്ഷ്മി. അപ്പം ഗീതു വിചാരിച്ചു ഇപ്പോൾ ഫോൺ എടുത്താൽ ശരിയാവത്തില്ല. അപ്പോൾ ചോദിക്കും ആരാന്ന് ചോദിക്കും പറയാം
അവർണിക എന്ന് പറയും. എന്നാൽ പറഞ്ഞ് ഫോൺ എടുത്തോളാൻ പറയില്ല, കുഴപ്പമില്ല ഞാൻ നമുക്ക് മെസ്സേജ് അയച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പം പറയും എൻ്റെ കൈയ്യങ്ങ് വിട്ടാലല്ലേ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ എന്ന്. എന്നാൽ ശരി നീ കുറച്ച് നേരത്തേക്ക് കൈ എടുത്തോളാൻ പറഞ്ഞിട്ട് ഗോവിന്ദ് കയ്യിലൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഗീതു കൈ എടുക്കുന്നുണ്ട്. അപ്പോൾ ഗീതു അതിന് നന്ദിയും പറയുന്നൊക്കെയുണ്ട്. അതിനുശേഷം മെസ്സേജ് അയക്കുവാണ്. മെസ്സേജ് അയച്ച് കഴിയുമ്പോഴത്തേക്കും മെസ്സേജ് വായിക്കും കേട്ടോ. അപ്പോൾ വിജയലക്ഷ്മി ചോദിക്കുന്നില്ല ഇവിടെ എന്താ ഫോൺ എടുക്കാത്ത. വിജയലക്ഷ്മി വെച്ച് മെസ്സേജ് വായിക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ണേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്, ഞാനും കണ്ണേട്ടനും ഞങ്ങളുടെ ഒന്നിച്ചുള്ള യാത്ര തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് അത് വായിക്കുമ്പോൾ തന്നെ വിജയലക്ഷ്മിക്ക് സന്തോഷമാണ്. അപ്പോൾ ചോദിക്കും എന്താ റിപ്ലൈ വന്നില്ലേ നിൽക്കും. അതെടുത്ത് വായിക്കുമ്പോൾ തന്നെ ഗീതുവിൻ്റെ നാണമൊക്കെ വരുന്നുണ്ട്. അവൾ എന്തോ പറഞ്ഞല്ലോ അതുകൊണ്ടാണല്ലോ എന്ന്. അപ്പോൾ ഗീതു വേഗം മെസ്സേജ് അയക്കുന്നുണ്ട് പോതള്ളേന്ന് പറഞ്ഞിട്ട് ഗീതു മെസ്സേജ് അയക്കുന്നുണ്ട് റിപ്ലൈ. അപ്പോഴത്തേക്ക് വിജയലക്ഷ്മി പോതില്ല ഇവിടെ എന്തായി പറയണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് തന്നെ അപ്പം തന്നെ വിജയലക്ഷ്മി ഫോൺ വിളിക്കുകയാണ്. രഞ്ജുവിനെ ഫോൺ വിളിച്ചിട്ട് പറയുന്നു നീ പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി, രാധിക പറഞ്ഞ പോലെ ഒന്നും നടക്കില്ല, ഗീതും ഗോവിന്ദൂടെ ഒന്നിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സന്തോഷ വാർത്ത ഇപ്പം ഞാനിവിടെ എല്ലാവരെയും അറിയിക്കട്ടെ എന്ന് ചോദിക്കും. വേണ്ട എല്ലാവരുടെയും അടുത്ത് പറയണ്ട, ഇനി അവർ തന്നെ അത് പറഞ്ഞോളും. അവർ രണ്ടുപേരുടെ വീട്ടിലേക്ക് വരുമ്പോൾ അത് കാണുമ്പോൾ തന്നെ രാധികയ്ക്ക് മനസ്സിലായിക്കോളും, അല്ലാതെ നീ പറയണ്ട എന്ന് പറയുന്നു. എന്നാലും ഞാനൊന്ന് പറയട്ടെ, വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ അവർ വീട്ടിലെത്തിയതായിട്ടാണ് കാണിക്കുന്നത്. ഗീതും ഗോവിന്ദൂടെ കൈ പിടിച്ച് വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. അവരൊരു വൃന്ദാവനത്തിലൂടെ പോകുന്നതാണ് പോലെയാണ് അവർക്ക് തോന്നുന്നത്. ചുറ്റുമുള്ളവരൊന്നും അവർ കാണുന്നില്ല. അപ്പം ഗോവിന്ദ് പറഞ്ഞു ഞാൻ ചുറ്റുമുള്ളവരൊന്നും നീ ശ്രദ്ധിക്കണ്ട എന്ന് പറയുന്നു. അപ്പം ഗീതു പറഞ്ഞു ഞാൻ ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ല എന്ന് പറയുന്നു. അവർക്ക് എന്തൊക്കെയോ ഒരു പാട്ടൊക്കെയാണ് തോന്നുന്നത്. ഒരു വൃന്ദാവനത്തിലൂടെ അവർ കൈ പിടിച്ച് നടക്കുന്ന പോലെ അവരങ്ങനെ അവരുടെ വീടിന് സ്റ്റെപ്പ് കയറി പോവുകയാണ്. പക്ഷേ അയ്യപ്പദാസും ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ അയ്യപ്പേട്ടനൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഗോവിന്ദു ഒന്നും കേൾക്കുന്നില്ല. അപ്പം അയ്യപ്പേട്ടനും ഇങ്ങനെ നോക്കി നിൽക്കും, ഇതെന്താ പറ്റിയ, ഇനി അന്ന് പറഞ്ഞ പോലെ സംഭവിച്ചോ, ഇനി പ്രണയം തുറന്നു പറഞ്ഞോ എന്ന് അയ്യപ്പേട്ടന് സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൈ പിടിച്ച് കയറി പോകണം. ചുറ്റുമുള്ളവരെ ഒന്നും കാണാൻ അവർക്ക് ഒന്നുമില്ല. അവർ വൃന്ദാവനത്തിലൂടെ പോകുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.